എന്റെ ഭർത്താവ് മരിച്ചോട്ടെ, അപ്പം മരിച്ചോട്ടെ, അമ്മ മരിച്ചോട്ടെ, ആരും മരിച്ചോട്ടെ, കരയണം നീ ഹോസ്റ്റലിൽ പോയി കിടന്നായിരുന്നു. ജോലി കഴിഞ്ഞിട്ടുള്ള സമയം പോയി കിടന്നു. അവരാണ് എന്റെ മനസ്സിൽ ഏറ്റവും ഇതായിട്ടുള്ള ഒരു ലേഡി. എനിക്കിപ്പോ എന്റെ മുമ്പിൽ മോൻ ഇരുന്ന് കഴിഞ്ഞാൽ നിന്നോടൊന്ന് കണ്ണിൽ നോക്കി സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം നീ എന്താണോ നമ്മുടെ കരച്ചിലാണ് ആരും ഉണ്ടാകുന്നത്. നമ്മൾ ചിരിച്ചാൽ നമ്മുടെ കൂടെ ചിരിക്കാൻ ആളുണ്ടാവും. പിന്നെ നമ്മൾ എന്തിനാ കരയുന്നത്? എന്റെ ആവശ്യമില്ല. കരയാം. ഞാൻ സീമാട്ടിൽ ജോലി ചെയ്തിരുന്നപ്പോഴേ ആദ്യമായിട്ട് ജോലി കയറിയപ്പോ ബീനാക്കണ്ണൻ അറിയാലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഞാനെപ്പോഴും ഫ്ലോറിൽ കരഞ്ഞോണ്ടിരിക്കും. അപ്പൊ അവരുടെ കൈക്കാരെ പിടിച്ചാൽ ഞാൻ ജോലി കയറിയത്. ഇവര് ജോലി വന്നു കഴിഞ്ഞിട്ട് ഞാൻ എന്നും ഫ്ലോറിൽ കരച്ചില്ല. ഒരാഴ്ച കഴിഞ്ഞ് ഇപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞു എന്തിനാ ഇവിടെ വന്നേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ജോലിക്ക്. എന്നിട്ട് ഇവിടെ എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു നടൻ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കരഞ്ഞു പിടിഞ്ഞിരിക്കാൻ നാളെ എനിക്ക് ആവശ്യമില്ല. നിന്റെ ഭർത്താവ് മരിച്ചോട്ടെ, അപ്പം മരിച്ചോട്ടെ, അമ്മ മരിച്ചോട്ടെ, ആരും മരിച്ചോട്ടെ, കരയണം നീ ഹോസ്റ്റലിൽ പോയി കിടന്നായിരുന്നു. ജോലി കഴിഞ്ഞിട്ടുള്ള സമയം പോയി കിടന്നു. അവരാണ് എന്റെ മനസ്സിൽ ഏറ്റവും ഇതായിട്ടുള്ള ഒരു ലേഡി. 1750 ഒരു ആദ്യമായിട്ട് കൈ കിട്ടുന്ന സാലറി, അത് അതിന്റെ ആ ഇപ്പം ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കും. തുണിക്കടയിൽ നിന്നുകൊണ്ടിരുന്ന ഗുണം എന്ന് വെച്ചാല് നമ്മുടെ ഈ ആൾക്കാരോട് സംസാരിക്കാനുള്ള ആ ഒരു ഇതൊക്കെ മാറിക്കിട്ടും. റിസ്ക് എടുക്കാണ്ട് ജീവിതത്തിൽ ആരും സക്സസ് ആയിട്ടില്ല. നല്ലൊരു കോമ്പറ്റീറ്ററിനെ കണ്ടുപിടിക്കാണ്ടും ആർക്കും അത് അച്ചീവ് ചെയ്യാനും പറ്റിയിട്ടില്ല. സിന്ധു ജാനകിയുടെ ജീവിതം ഇത് തന്നെയാണ് നമ്മളോട് പറയുന്നത്. റിസ്ക് എടുക്കുക, മുന്നോട്ട് നമ്മുടെ സ്വപ്നങ്ങൾക്കായി കുതിക്കുക. അപ്പൊ ഗൈസ്, പീസ്.